2050ഓടെ ലോകത്തിൽ നിന്ന് വംശനാശം സംഭവിച്ചേക്കാവുന്ന മൃഗങ്ങൾ. ഒന്നാമത്തേത് പാങ്കോലിൻ. IUCN റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 1 ദശലക്ഷത്തിലധികം പാങ്കോലിനുകൾ കൊല്ലപ്പെട്ടു. കാരണം കരിഞ്ചന്തയിൽ ഇതിന്റെ വില വളരെ കൂടുതലാണ്. അതിനു പുറമെ ആവാസവ്യവസ്ഥ നഷ്ടപ്പെടുന്നതുകൊണ്ട് ഈ മൃഗങ്ങൾക്ക് കൃത്യമായി ജീവിക്കാൻ കഴിയുന്നില്ല. ഇതുകാരണം 2050ഓടെ ഈ ജീവികൾക്ക് വംശനാശം സംഭവിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു. രണ്ടാമത്തേത് ധ്രുവക്കരടി അല്ലെങ്കിൽ പോളർ ബെയർ. കാലാവസ്ഥാ വ്യതിയാനം കാരണം ഈ മൃഗങ്ങൾ വളരെ വേഗത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അലാസ്ക, കാനഡ, ഗ്രീൻലാൻഡ്, സൈബീരിയ, നോർവേ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന ഈ കരടികൾ കാലാവസ്ഥാ വ്യതിയാനം കാരണം വംശനാശം നേരിടുന്നത് തുടരുകയാണെങ്കിൽ 2050 ആകുമ്പോഴേക്കും അവയുടെ ജനസംഖ്യയുടെ പകുതിയിലധികവും എന്നേക്കുമായി വംശനാശം സംഭവിക്കും. മൂന്നാമത്തേത് അറിയുന്നതിന് മുന്ന് ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചെയ്തിട്ടുള്ളവർക്കെല്ലാം താങ്ക് യു ഗായ്സ്. അപ്പൊ എങ്ങനെ നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോവുകയല്ലേ? ഇനി നമുക്ക് പോയിന്റിലേക്ക് വരാം. മൂന്നാമത്തേത് ഹോക്സ്ബിൽ ആമ. ഇവയുടെ വംശനാശത്തിന് കാരണം പ്രകൃതിയോ ആവാസവ്യവസ്ഥ നഷ്ടപ്പെടലോ അല്ല, മറിച്ച് ഇവയുടെ വംശനാശത്തിന് കാരണം നമ്മൾ മനുഷ്യരാണ്. കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ 1 ദശലക്ഷത്തിലധികം ആമകൾ വേട്ടയാടപ്പെട്ടു. അതിനാൽ ഇപ്പോൾ ലോകത്തിൽ അവയിൽ 8000 എണ്ണം മാത്രമാണ് അവശേഷിക്കുന്നത്.